മോശയും യേശുവും ഏകനായ ദൈവത്തോട് മാത്രമായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. അവർ അവരുടെ അനുയായികളോട് നിർദ്ദേശിച്ചിരുന്നതും ഈ വിധം ഏകനായ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നായിരുന്നു. അത് ഇപ്രകാരം വായിക്കാം. ഫറവോൻ്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശെ യഹോവയോട് പ്രാർത്ഥിച്ചു. പുറപ്പാട് അദ്ധ്യായം 8 വചനം 12. മോശെ, ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു യഹോവയോട് പ്രാർത്ഥിക്കും. പുറപ്പാടു അദ്ധ്യായം 8 വചനം 29. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിനു നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. യോഹന്നാൻ അദ്ധ്യായം 17 വചനം 11. ആ കാലത്തു അവൻ പ്രാർത്ഥിക്കേണ്ടതിനും ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ലൂക്കോസ് വചനം 12 അദ്ധ്യായം 6. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്തു തന്നെ മരണത്തിൽ നിന്നു രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. എബ്രായർ അദ്ധ്യായം 5 വചനം 7.